1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ തിരുദൂതനായ പ്രവാചകന് മദീനത്തുൻ നബവിയുടെ മദീന പള്ളിയുടെ അകത്തളത്തിൽ പ്രവാചകൻ തന്റെ സഖാക്കളോട്, സഹാബത്തിനോട്, അനുചരന്മാരോട് ധീരമായ രീതിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, എല്ലാവർക്കും അറിയുന്ന ഒരു സഹാബിയാണ്. നാട്ടിലെ പ്രമാണിമാരെല്ലാം ഇന്ന് എന്റെ വീട്ടിലായിരിക്കും പ്രവാചകന് തങ്ങുന്നത്, പ്രവാചകൻ എന്റെ വീട്ടിലായിരിക്കും ഇന്ന് താമസിക്കുന്നത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പാവപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി എന്ന ദരിദ്രനായ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബി ചിന്തിച്ചത്, എന്റെ വീട്ടിലെ പ്രവാചകനെ താമസിക്കാൻ ഒരിക്കലും തയ്യാറാകൂല. എന്റെ വീട് വളരെ ദരിദ്രനായ എന്റെ വീട് വളരെ ദാരിദ്ര്യമുള്ള വീടാണ്, വളരെ സാധുവായ എന്റെ വീട് വളരെ ചെറിയ ഒരു വീടാണ്. പ്രവാചകൻ എന്റെ വീട്ടിൽ താമസിക്കാൻ ഒരുപക്ഷെ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുന്ന സമയത്തല്ലേ ആദരവായ പ്രവാചകന് മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വന്ന് പാലായനം ചെയ്തു വന്ന് ഏതൊരു ഒട്ടകമാണോ അള്ളാഹുവിന്റെ റസൂലിനെയും വഹിച്ചു കൊണ്ടുവന്നത്, ആ ഒട്ടകം കാൽമുട്ട് അമർത്തി വെച്ച് കാലുമുട്ട് കുറ്റി നിർത്തിയ അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ധീരനായ സഹാബിയുടെ വീട്ടുമുറ്റത്തല്ലേ എന്റെ സഹോദരങ്ങളെ ഇന്ന് മദീനത്തുൻ നബവിയുള്ളത്. ആ അബൂ അയ്യൂബുൽ അൻസാരി എന്ന സഹാബി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി അവിടെ നടന്നു വീടും അറിവുകൾ പിറക്കിയെടുക്കുവാനുള്ള പ്രതീക്ഷയോടെ, പ്രത്യാക്ഷയോടെ, ജിജ്ഞാസയോടെ സഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു സഹാബി കടന്നു വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, ഇൽനി വ ഔജിസി യാ റസൂലല്ലാഹ്, എനിക്ക് നല്ല ഒരു ഉപദേശം തരണം, എനിക്ക് നല്ല ഒരു ഉപദേശം തരണം. ആ ഉപദേശം കൊണ്ട് എനിക്ക് ഇരു വീട്ടിലും നന്നാകാൻ കഴിയണം. ഞാൻ ഇരു വീട്ടിലും ഒരു വലിയ വിജയത്തിന്റെ, ഏറ്റവും വലിയ മഹിതമായ വിജയത്തിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയണം. അങ്ങനത്തെ ഒരു ഉപദേശം എനിക്ക് വേണമെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ മുന്നിലെത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് ഹബീബായ നബി തങ്ങൾ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ പറയുന്നു, പ്രവാചകൻ ആ സഹാബിക്ക് ഒരു ഉപദേശം കൊടുത്തു, 3 ഉപദേശങ്ങൾ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സെന്റർ ചിത്താരിയിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആ 3 ഉപദേശങ്ങൾ പറഞ്ഞ് ഞാൻ ദുആ ചെയ്ത് ഇന്ന് പ്രസംഗം നിങ്ങളോട് ദുആ ചെയ്ത് നമ്മൾ സലാത്ത് ചൊല്ലി പിരിയുമ്പോൾ നാളെ നേരം വെളുക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കേട്ടോളി, 3 ഉപദേശം. എന്താ പറഞ്ഞത്? വേറെ ആരോടും ചോദിക്കേണ്ടി വരരുത്. ആ ഉപദേശം എന്റെ ജീവിതത്തിൽ എന്നെ മാറ്റിമറിക്കണം, എനിക്ക് വലിയൊരു മാറ്റം ഉണ്ടാകണം. അങ്ങനത്തെ 3 ഉപദേശമാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഹബീബായ നബി തങ്ങളാവുന്ന സഹാബിയോട് ഉപദേശം കൊടുക്കുകയാ. ജീവിതത്തിൽ നന്നാകാനുള്ള ഉപദേശമാ, ഇരു വീട്ടിലും വലിയ വിജയത്തിന്റെ ഉത്തുംഗ സോപാനത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശമാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ മണവാളനില്ലേ ആമിനാടെ പൊന്നുമോൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ച 3 ഉപദേശങ്ങള്. സഹോദരങ്ങളെ, ഈ ചിത്താരിയിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്നെ കേൾക്കാൻ വേണ്ടി വന്ന സഹോദരിമാരോട് ഞാൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത 1ാമത്തെ ഉപദേശം ഏതെന്നറിയോ? സഹോദരങ്ങളെ, ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ സ്നേഹമുള്ള പെങ്ങളെ, ദീനീ ബോധമുള്ള, ദീനിനോട്, സ്ഥാപനങ്ങളോട്, ഖുർആനോട്, അല്ലാഹുവിന്റെ നൂറിനോട് പ്രണയമുള്ള, സ്നേഹമുള്ള, ഇഷ്കുള്ള എന്റെ നാട്ടിലെ ചെറുപ്പക്കാരനോട്, പിതാവിനോട്, പെങ്ങളോട്, യുവാക്കളോട്, കുഞ്ഞുമക്കളോട്, കുഞ്ഞന്മാരോട് പറയുവാനുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 1ാമത്തെ ഉപദേശം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബാക്കൾ നിരന്നിരിക്കുകയാ. ജീവിതത്തിൽ വിജയിക്കാനുള്ള ഉത്തമ ഉപദേശത്തിൽ 1ാമത്തെ ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുബദ്ദിഈ.
പൊന്നുമോനെ, അള്ളാന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോ കാസർഗോഡ് ജില്ലക്കാരാ, ചിറ്റാരിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവര്, അള്ളാന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുമ്പോ എങ്ങനാണ് നമസ്കരിക്കേണ്ടതെന്നറിയോ? എങ്ങനാണ് കൈകെട്ടി നിൽക്കേണ്ടതെന്നറിയോ? ആ ഉപദേശമാണ് അള്ളാന്റെ റസൂല് ആദ്യമായി കൊടുത്തത്. എങ്ങനാണ് സഹോദരങ്ങളെ ഇതുവരെ നിസ്കരിച്ചത്? എങ്ങനാ നമ്മുടെ മുന്നോറുകളെ നിസ്കരിക്കാൻ പഠിപ്പിച്ചത്? എങ്ങനാണ് മുത്തുനബി നിസ്കരിച്ച് കാണിച്ചു തന്നത്? അള്ളാന്റെ റസൂല് പറയുകയാ, നീ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുമ്പോ ഫസല്ലി സ്വലാത്ത മുവദ്ദി, അവസാനത്തെ നമസ്കാരം നിസ്കരിക്കുന്നത് എങ്ങനാണോ, ഇത് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ നിസ്കാരമാ. നാളെ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വരുമ്പോ, നാളെ സുബഹി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വരുമ്പോ, ചെറുപ്പക്കാരാ, കൈകെട്ടി നിൽക്കുമ്പോ നിന്റെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണെന്നറിയോ? അല്ലാഹുവേ, ഈ സുബഹി നമസ്കാരം തന്റെ അവസാനത്തെ നമസ്കാരമാ. ഇനി ലോഹറിന് നിസ്കരിക്കാൻ പറ്റൂല. ഇനി ഈ ലോകത്ത് വെച്ച് അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യാൻ കഴിയൂല. എന്തുകൊണ്ടെന്നറിയോ? ഈ ലോഹറിന് ബാങ്ക് കൊടുക്കുമ്പോ ഞാൻ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിനടിയില, പള്ളിപ്പറമ്പിലെ ശ്മശാനത്തിലെ 6 അടി മണ്ണിനടിയിലാണ് ഞാനുള്ളത്. എന്തുകൊണ്ടാണ്? ഞാൻ മരണപ്പെട്ടു പോകും. ഇത് തന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഈ ഒരു ചിന്തയോടെ നിസ്കരിക്കൂ ചെറുപ്പക്കാരാ. ഇങ്ങനെ ഒരു ചിന്തയോടെ നിസ്കരിക്കണ്ട പെങ്ങളെ. അതാണ് റസൂലുള്ള സഹാബിക്ക് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം. എന്തുകൊണ്ടാണ് സഹോദര? ആരുടെ മുന്നിലാണ് കൈകെട്ടി നിൽക്കുന്നത്? ഈ നാഷണൽ ഹൈവേയിലൂടെ 2 വീലർ ഓടിച്ചു പോകുന്നവനാ. ആ സമയത്താണ് ഹെൽമറ്റ് വെച്ചില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു അറിയിപ്പ് വന്നത്. കാഞ്ഞങ്ങാട് ടൗണില് പിണറായി വിജയന്റെ പോലീസ് നിൽക്കുകയാ. ആ സമയത്ത് പെട്ടെന്ന് പോലീസുകാരനെ കാണുമ്പോ അവന്റെ മുമ്പിൽ തലതുറഞ്ഞു നിൽക്കാൻ, അവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ പേടിച്ചുകൊണ്ട് പെട്ടെന്ന് റൂട്ട് മാറ്റി വിടില്ല ചെറുപ്പക്കാരാ. 4 വീലർ ഓടിച്ചു പോകുന്ന പൊന്നുമോനെ, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ വഴിയരികില് പോലീസ് നിൽക്കുന്നെന്ന് ആ അറിയിപ്പ് കിട്ടിയ ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വന്നാൽ എല്ലാ അർത്ഥത്തിലും നീ ഭയന്ന് പോവുകയാ. ചുരുങ്ങിയ 2-3 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള അധികാര സ്ഥാനം വഹിക്കുന്ന നിയമപാലകന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ നിനക്ക് വല്ലാത്ത പേടിയാണെങ്കിൽ എന്റെ പൊന്നു ചെറുപ്പക്കാരാ, കൈകെട്ടി നിൽക്കുമ്പോ നീ ആരുടെ മുന്നിലാടാ നിൽക്കുന്നത്? ലോകം മുഴുവൻ സൃഷ്ടിച്ച അവസാന സംഹരിക്കുന്ന സർവേശ്വരനായ സർവാദിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോ, അത് നിന്റെ വീട്ടിലാകട്ടെ, അത് നിന്റെ പള്ളിയിലാകട്ടെ, അത് എവിടെയായിരുന്നാലേ കൈകെട്ടി നിൽക്കുമ്പോ അത് പടച്ചവന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധം വന്ന, അള്ളാന്റെ മുമ്പിലാണ് കൈകെട്ടി നിൽക്കുന്നതെന്ന ചിന്ത വന്ന ചെറുപ്പക്കാരാ, നിനക്ക് ചിന്ത വരേണ്ടത് ഇത് തന്റെ അവസാനത്തെ നിസ്കാരമാ. ഇനി നിനക്കൊരു നിസ്കാരം ദുനിയാവിനില്ല എന്ന ബോധത്തോടെ കൈകെട്ടി നിസ്കരിക്കണമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ തിരുദൂതർ മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിത വിജയത്തിന്, ഉന്നതമായ ജീവിത വിജയത്തിന് ഉത്തമമായ ഉപദേശത്തിന്റെ ഒന്നാമത്തെ ഉപദേശമാണ് കൈകെട്ടി നിൽക്കുമ്പോ അള്ളാന്റെ മുന്നിലാ നിൽക്കുന്നത്. ഇനി ഒരു നിസ്കാരം ദുനിയാവിൽ നിനക്കില്ല എന്ന ബോധത്തോടുകൂടി നിസ്കരിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ഉപദേശം, കൈകെട്ടി നിൽക്കുമ്പോൾ ഇത് റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആരുടെ മുന്നിലാ കൈകെട്ടി നിൽക്കുന്നത്? പഠിപ്പിച്ച ഉസ്താദിന്റെ മുന്നിൽ ചെല്ലുമ്പോ, പഠിപ്പിച്ച അധ്യാപകന്റെ മുന്നിൽ ചെല്ലുമ്പോൾ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ഉപ്പാന്റെ മുന്നിൽ ചെല്ലുമ്പോ, നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവിന്റെ മുന്നിൽ ചൊല്ലുമ്പോ നീ എത്ര അച്ചടക്കത്തോടു കൂടിയാ നിൽക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൂല. നിന്റെ വാപ്പ, നിന്റെ ഉപ്പ നിന്നോട് സംസാരിക്കുമ്പോ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഉപ്പ അല്ലെങ്കിൽ പെണ്ണിന്റെ വല്യപ്പ അല്ലെങ്കിൽ പെണ്ണിന്റെ കാരണോര് നിന്നോട് വിളിച്ചൊരു കാര്യം പറയുമ്പോ അടുത്ത് നിൽക്കുന്നവനെ നോക്കൂല.
അശ്രദ്ധനായി നിൽക്കൂല, അലസനായി നിൽക്കൂല. ആ പറയുന്നത് മുഴുവനും അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക്, നിന്റെ കണ്ണുകൾ രണ്ടും അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ ത്രസിച്ച് നിന്ന് എല്ലാം നീ കേട്ടുകൊണ്ട് നിൽക്കും. പക്ഷെ അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോഴോ അപ്പുറത്ത് നിൽക്കുന്നവന്റെ മൊബൈലിൽ നോക്കുക, ഇപ്പുറത്ത് നിൽക്കുന്നവന്റെ പോക്കറ്റിൽ നോക്കുക, മുമ്പിൽ നിൽക്കുന്നവന്റെ പാന്റിന്റെ വള്ളിയിൽ നോക്കുക, പറ്റുമെങ്കിൽ റുക്കൂ ചെയ്യുമ്പോൾ കുനിഞ്ഞ് പുറകെ നിൽക്കുന്നവന്റെ തലയിൽ നോക്കുക. ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു സൂക്ഷ്മതയും ഇല്ലാതെ നിസ്കരിക്കുന്ന നമസ്കാരക്കാരന്റെ നിസ്കാരം അള്ളാഹ് എന്തിനാ പടച്ചോന്? അള്ളാഹ്ക്ക് നമ്മളാരും നിസ്കരിച്ചില്ലെങ്കിലും അവൻ ഖനിയാണ്, അവൻ ഉന്നതനാണ്. അവന് നമ്മുടെ നിസ്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെ നോമ്പിന്റെ ആവശ്യം അള്ളാഹ്ക്കില്ല. അതുകൊണ്ട് നമ്മൾ കൈകെട്ട് നിൽക്കുമ്പോ എന്തു വേണം? ഇത് തന്റെ നിസ്കാരത്തിന്റെ അവസാനത്തെ നമസ്കാരമാണ്, ഇനി ഈ ലോകത്ത് നിസ്കരിക്കാൻ പറ്റൂല. അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് നിസ്കരിച്ചു നോക്ക്. അള്ളാഹു സാക്ഷി, നമ്മുടെ നിസ്കാരത്തിന് മാറ്റം ഉണ്ടാവും, നമ്മുടെ നിസ്കാരം ഫലപ്രദമാകും. അള്ളാഹു അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെന്താ വേണ്ടത്? ഞാനൊരു നിസ്കാരക്കാരന്റെ നിസ്കാരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അദ്ദേഹത്തിന്റെ നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ നിസ്കാരം എങ്ങനെയാണ്, അവരുടെ നിസ്കാരം എങ്ങനെയാണ്? വേറെ ആരുടേതുമല്ല, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പൊന്നുമോളില്ലേ അസ്മാ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി എന്ന പൊന്നാര നബി തങ്ങളുടെ പ്രിയ പത്നി ഉണ്ടല്ലോ, ആയിഷ ബീവിയുടെ സഹോദരിയാണ് അസ്മാ. അസ്മാ എന്ന മഹരിയെ കല്യാണം കഴിച്ചത് സുബൈർ റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട സഹാബാക്കളിൽ ഒരാളാ സുബൈർ റളിയല്ലാഹു തആല അൻഹു. അസ്മാ ബീവിയെ കല്യാണം കഴിക്കുകയാ. അവർക്ക് രണ്ടുപേർക്കും ഒരു പൊന്നുമോന് ജനിച്ചു. ആ പൊന്നുമോന്റെ പേരെന്തെന്നറിയോ? ഉർവ എന്ന. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു. ഈ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് ഒരു പൊന്നുമോനുണ്ട്, പേര് മുഹമ്മദ് എന്ന. ആരാണ് ഉർവത്ത് ബിൻ സുബൈർ എന്നറിയോ? ആരാണ് ഉർവത്ത് ബിൻ സുബൈർ എന്നറിയോ? അസ്മാ റളിയല്ലാഹു അൻഹയുടെയും അതുപോലെ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെയും പൊന്നുമോനാ. ഈ ഉർവത്ത് ബിൻ സുബൈറിനെ പറ്റിയിട്ട് കിതാബുകളിൽ കാണാൻ കഴിയുന്നത് ഖായിമൻ ബില്ലൈലി സ്വായിമൻ ബിന്നഹാർ, പാതിരാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്ന മനുഷ്യരാ. പാതിരാത്രി ഉറങ്ങാറില്ല, പാതിരാത്രി ഒരു പോള കണ്ണടക്കൂല. രാത്രിയിൽ എല്ലാവരും കോർക്കം വലിച്ചുറങ്ങുമ്പോ നേരം വെളുക്കുന്നത് വരെ നമസ്കാരമാ. രാത്രി കാലങ്ങളിൽ മുഴുവൻ എഴുന്നേറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ, എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് പടച്ചവനോട് വിധേയപ്പെടുന്ന, അല്ലാഹുവുമായി ബന്ധമുറപ്പിച്ച ഒരു മനുഷ്യനാണ് ഉർവത്ത് ബിൻ സുബൈർ. രണ്ടാമതോ സായിമൻ ബിന്നഹാർ, പകല് മുഴുവനും നോമ്പ് പിടിക്കുന്ന മനുഷ്യരാ. ഒരു ദിവസം പോലും വിടില്ല, പകല് മുഴുവനും അല്ലാഹ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന മനുഷ്യരാ. കാന യഖ്തിമുൽ ഖുർആന ഫീ 4 ലയാൽ, 4 രാത്രികൾ കൂടുമ്പോ, 4 പകലുകൾ കൂടുമ്പോൾ, 4 ദിവസം കൂടുമ്പോ അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഖതമോദി തീർക്കുന്ന മനുഷ്യനാ. കാസർഗോഡുകാരാ, 4 കൊല്ലം കൊണ്ട് നിനക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞിട്ടുണ്ടോ? 4 കൊല്ലം കൊണ്ട് ഖത്തം തീർക്കുമോ? 40 കൊല്ലം കൊണ്ട് ഖത്തം തീർത്തിട്ടുണ്ടോ? സഹോദരങ്ങളെ, സുബ്ഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങള് 4 രാത്രിയാകുമ്പോഴേക്ക് ഒരു ഖത്തം തീർക്കുന്ന മനുഷ്യനാ. രാത്രി മുഴുവനും നിന്ന് നമസ്കാരം, പകല് മുഴുവനും നോമ്പ് പിടിച്ചിട്ട് രാത്രി കാലങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നതോടൊപ്പം നോമ്പ് പിടിക്കുന്ന പകലുകളിൽ ഖുർആൻ ഓതിയിട്ട് 4 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കുന്ന മഹാനാണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഡമാസ്കസ് ഭരിച്ചുകൊണ്ടിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക്കിനെ കാണാൻ പോവുകയാ. ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി ഡമാസ്കസിലേക്ക് പോവുകയാ. വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവിനെ കാണാൻ പോവുകയാ. കൂടെ ആരെയാ കൂട്ടിയത്? ഒറ്റയ്ക്ക് പോകല്ലല്ലോ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. കൂടെ ഒരാൾ ഉണ്ടാകേണ്ടത് നബിചര്യയാണ്. അള്ളാന്റെ റസൂലിന്റെ ചര്യ മുറുകെ പിടിക്കുന്ന ഉർവയില്ലേ, തന്റെ പൊന്നുമോന് മുഹമ്മദിനെ കൂടെ കൂട്ടുകയാ. അങ്ങനെ പൊന്നുമോന് മുഹമ്മദ് മുത്ത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പോവുകയാണ് ഡമാസ്കസിലേക്ക്.
സഹോദരങ്ങളെ സഹോദരിമാരെ ചിന്തിക്കണേ. അങ്ങനെ ഡമാസ്കസിലേക്ക് പോകുമ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ രോഗം പിടിപെടുകയാ. അദ്ദേഹത്തിന്റെ വലത്തെ കാലിൽ രോഗം പിടിപെട്ടു. ആ രോഗത്തിന്റെ പേരെന്താണെന്നറിയോ? ആ രോഗത്തിന്റെ പേര് ആക്കിലറ്റം എന്നാണ്. ആക്കിലറ്റം എന്ന് പറയുന്ന രോഗം പിടിപെടുകയാ. എന്താണ് ആക്കിലറ്റം എന്നറിയോ? ആക്കിലത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പേരുണ്ട്. അത് ക്യാൻസർ എന്നാണ്. സഹോദരങ്ങളെ മലയാളത്തിൽ അർബുദമെന്നാ പറയുക. ആ ആക്കിലറ്റം എന്ന് പറയുന്ന രോഗം പിടിപെട്ടു. സഹോദരങ്ങളെ ആക്കിലറ്റം എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുന്നതെന്നാണ്. ക്യാൻസർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം എങ്ങനാവുന്നത്? ക്യാൻസർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം എങ്ങനാവുന്നത്? ക്രാബ് എന്ന് പറയുന്ന ഞണ്ടെന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ക്യാൻസർ എന്ന പദം എടുത്തതത്രേ. ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ട്, അതിൽ നിന്നാണ് ക്യാൻസർ എന്ന പദം വന്നതത്രേ. അറബിയിൽ അതിനെ സർത്താന എന്ന് പറയാറുണ്ട്. ഏതോ ആയിക്കോട്ടെ, ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾക്ക് ആക്കിലറ്റം എന്ന രോഗം വരികയാ. അങ്ങനെ കാലിൽ ക്യാൻസർ വന്നു. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന് രോഗം വന്നപ്പോ വഴിയിൽ വെച്ച് ഡോക്ടർമാരെ കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ മുഹമ്മദ് എന്ന പൊന്നുമോന് മാത്രമല്ലേ ഉള്ളൂ. കാലിൽ രോഗം പിടിപെട്ടപ്പോ അസഹ്യമായ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോ ഉർവത്ത് റളിയല്ലാഹു തആല ഡോക്ടർമാരെ കാണിച്ചപ്പോ ആ വിശഗ്ധന്മാര് വൈദ്യന്മാര് പറഞ്ഞതെന്തെന്നറിയോ? ഈ കാലിൽ വന്ന രോഗം മാറ്റാൻ കഴിയൂല. അതുകൊണ്ട് കാലിന്റെ പത്തി അങ്ങ് മുറിച്ചു കളയല. കാലിന്റെ പത്തി അങ്ങ് മുറിച്ചു കളയല. സഹോദരങ്ങളെ പരശുറാമിലൊന്ന് കയറി നോക്കണം. രാവിലെ കാസർഗോഡ് നിന്ന് പോകുന്ന പരശുറാമിലൊന്ന് കയറി നോക്കുക. പരശുറാം എക്സ്പ്രസ് തിരുവനന്തപുരത്തെത്തുമ്പോ ആ എക്സ്പ്രസിലേക്ക് കയറുന്ന എത്രയോ കാസർഗോഡുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട്. തലയിലൂടെ തുണി ചുറ്റിയിട്ട്, മുഖത്തോടെ തുണി ചുറ്റിയിട്ട്, മൂക്കിലെല്ലാം മാസ്ക് ധരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ വേദനിക്കുന്ന ശരീരത്തോടെ വാഹനം കയറുന്ന എത്രയോ സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. ഇന്ന് സഹോദര ക്യാൻസർ പടർന്നു പിടിക്കുകയല്ലേ? ഇന്ന് മനുഷ്യനെ പടർന്നു പിടിക്കുന്ന രോഗം ക്യാൻസർ അല്ലേ? 10 പേരെ എടുത്താ 8 പേർക്കും ഇന്ന് ക്യാൻസറാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ RCCിലൊന്ന് പോയാലറിയാ, കുഞ്ഞുങ്ങൾ പോലും വേദന കൊണ്ട് തല ചുമരിട്ട് അടിച്ചടിച്ചടിച്ച് ഒന്ന് കിടക്കാനും ഇരിക്കാനും നിൽക്കാനും കഴിയാത്ത അവസ്ഥയിൽ പാവപ്പെട്ട പൊന്നുമക്കൾ പോലും വേദനിക്കുന്ന എത്രയോ കാഴ്ചകളാ കാസർഗോഡ് ജില്ലയിലുള്ള എത്രയോ പേരെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ആളുകൾക്ക് ആ രോഗമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയണേ സഹോദര. ഒരു ശത്രുവിന് പോലും ആ രോഗം വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. ശത്രുക്കൾക്ക് പോലും ആ രോഗം വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ. എന്തുകൊണ്ടെന്നറിയോ? ആ രോഗം വന്നാ പിന്നെ രക്ഷയില്ല. ആ രോഗം വന്നാ വല്ലാത്ത അവസ്ഥയാ. അങ്ങനെ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളെ രോഗം വന്നപ്പോ ഡോക്ടർമാര് പറഞ്ഞു കാലിന്റെ പത്തി മുറിച്ചു മാറ്റണമെന്ന്. ആ സമയത്താണ് ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞു, ഇല്ല, കാല് മുറിക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് അവയവങ്ങൾ തന്ന അല്ലാഹുവാണ്. പടച്ചവൻ എനിക്ക് അമാനത്തായി തന്ന അവയവം ഞാൻ മുറിച്ചു മാറ്റാൻ അനുവദിക്കില്ല. വേണമെങ്കിൽ അല്ലാഹു ആ രോഗം മാറ്റിത്തരട്ടെ. അതല്ലെങ്കിൽ രോഗം മാറാതെ എന്റെ കാല് പുഴുത്തങ്ങ് അടർന്നു പോട്ടെ. എന്നാലും എന്റെ കാല് മുറിക്കാൻ ഞാൻ അനുവദിക്കൂല. സഹോദരങ്ങളെ, ഉർവത്ത് ബിൻ സുബൈറിന്റെ കാലിന്റെ മുറിവ്, ആ കാലിന്റെ കണ്ണം കാല് കടിഞ്ഞു, കാലിന്റെ തണ്ടം കാല് കടിഞ്ഞ് മുട്ടിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഡോക്ടർമാർ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഉർവത്ത്, നിങ്ങളുടെ രോഗം ഇങ്ങനെ കാലിലെ മുട്ടിൽ വരെ എത്തിയിരിക്കുകയാ. ആ കാലിന്റെ മുട്ടുവച്ച് മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവന് ഭീഷണിയാ, നിങ്ങളുടെ ജീവന് ഭീഷണിയാ. ആ സമയത്താണ് ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞത്, അങ്ങനെ എന്റെ ജീവന് ഭീഷണിയാണ് എന്റെ കാലെങ്കിൽ എന്റെ കാല് മുറിച്ചു മാറ്റൂ. കാരണം എന്റെ ജീവൻ അപകടത്തിലായ, ഞാൻ മരണപ്പെട്ടു പോയാ പിന്നെ എന്റെ അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലാൻ കഴിയൂലല്ലോ.
എന്റെ പടച്ചവനെ തസ്ബീഹ് ചൊല്ലാ, എന്റെ അല്ലാഹുവിനെ സ്തുതികീർത്തനങ്ങൾ പറയാ, എന്റെ വിശുദ്ധ ഖുർആൻ നെഞ്ചോടൊന്ന് ചേർത്തും ഉറക്കെ ഓതാ, എന്റെ ഹബീബിന്റെ പേരിലൊന്ന് സ്വലാത്ത് ചൊല്ലാ, എന്റെ ഹബീബിന്റെ പേരിലൊന്ന് സ്വലാത്ത് ചൊല്ലാ. എനിക്ക് മുബാറക്കായ ദിക്റുകൾ ചൊല്ലി എന്റെ റബ്ബിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരാ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ അമലുകൾ അങ്ങ് മുറിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് പോരാ, നിങ്ങൾ കാല് മുറിക്കൂ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർമാർ അടുത്ത നിമിഷം പറഞ്ഞിരുന്നെന്നറിയോ, ഇന്നത്തെ പോലെ അനസ്തേഷ്യയില്ല, ഇന്നത്തെ പോലെ മയക്ക് ഡോക്ടർമാരില്ല, ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തില് ഉർവത്ത് ബിൻ സുബൈറിനോട് ഡോക്ടർമാർ പറഞ്ഞിരുന്നെന്നറിയോ, നിങ്ങളുടെ കാല് പച്ചക്കാണ് മുറിച്ചു മാറ്റേണ്ടത്. ശരീരത്തിൽ നിന്ന് പച്ചയായ കാല് മുറിച്ചു മാറ്റുമ്പോൾ നിങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ചികിത്സാ രീതി ഞങ്ങളോട് പറയാ, ഞങ്ങൾ ചികിത്സിക്കുന്ന രീതി നിങ്ങളോട് പറയാ, അത് നിങ്ങൾ സ്വീകരിച്ചാൽ നമുക്ക് ഉടനെ തന്നെ മുറിച്ചു മാറ്റാം. എന്താ നിങ്ങളുടെ ചികിത്സാ രീതി എന്ന് ചോദിച്ചപ്പോ ഉർവത്ത് ബിൻ സുബൈറിനോട് ഡോക്ടർമാർ പറഞ്ഞു, ഒരു ഗ്ലാസ് മദ്യം നിങ്ങൾ കുടിക്കുക, ഒരു ഗ്ലാസ് കള്ള് കുടിക്കുക. കള്ള് കുടിക്കുമ്പോൾ മദ്യപിക്കുമ്പോൾ മദം വരും, മദ്യപിക്കുമ്പോൾ മസ്തിഷ്കത്തിന് മദം വരും. ആ സമയത്ത് നിങ്ങൾക്ക് വേദന അറിയില്ല. ആ സമയത്തെ കാല് ഞങ്ങൾ മുറിച്ചു മാറ്റാമെന്ന് പറഞ്ഞപ്പോ ഉർവത്ത് ബിൻ സുബൈറിന്റെ മുഖമങ്ങ് വിവരണമാവുകയാ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാ. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, എന്റെ പടച്ചവനെ നിഷിദ്ധമാക്കിയ പാനീയം കുടിച്ചുകൊണ്ട്, എന്റെ അല്ലാഹു ഹറാമാക്കിയ ഒരു പാനീയം കുടിച്ചുകൊണ്ട് എനിക്ക് രോഗം മാറണ്ട, എന്റെ രോഗം എനിക്ക് മാറ്റണ്ട. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കാല് മുറിച്ചു മാറ്റണമെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അതുപോലെ നിങ്ങൾ ചെയ്യുമെങ്കിൽ എന്റെ കാല് മുറിച്ചോ, ഇല്ലെങ്കിലോ വേണ്ട. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറയുകയാണ്, ഇദാ സ്വല്ലൈതു വസബ്ബഹതു ബിആയാതില്ലാ ഫഖതഉ റിജ്ലി. ഞാൻ വുളു ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ ഞാൻ കൈകെട്ടുമ്പോ വസബ്ബഹതു ബിആയാതില്ലാ, എന്റെ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയാത്തുകളിലേക്ക് ഞാൻ അങ്ങ് ഇഴുകി ചേരുമ്പോ, ഞാൻ ഖുർആനിന്റെ ആയാത്തുകളുമായി അല്ലാഹുവിന്റെ ഖുർആൻ ഓതി അവനിലേക്ക് ഞാൻ അങ്ങ് ലയിച്ചു ചേരുമ്പോ, ഞാൻ നമസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ ലോകവുമായി ഒരു ബന്ധവും വരില്ല. എന്റെ ഹൃദയത്തിൽ എന്റെ പടച്ചവനാണ്, എന്റെ ഹൃദയത്തിൽ എന്റെ പടച്ചവനാ. എന്റെ അകതാരിന്റെ അകക്കാമ്പിൽ ആണിക്കല്ലിട്ട് അനുരാഗം ആരോടുള്ള സ്നേഹമാണോ ഞാൻ ഉറപ്പിക്കുന്നത്, അത് എന്നെ പടച്ച എന്റെ പടച്ചവനാണ്, എന്റെ അല്ലാഹുവാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പടച്ചവന് വേണ്ടി നമസ്കരിക്കാം. ആ സമയത്ത് നിങ്ങൾ എന്റെ കാല് മുറിക്കണേന്ന് പറഞ്ഞു. അദ്ദേഹം കൈകെട്ടി നമസ്കരിക്കുകയാ. സഹോദരങ്ങളെ, കൈകെട്ടിയതിനു ശേഷം ആളുകൾ വന്ന് തൊട്ടു നോക്കി അനക്കമില്ല, ആളുകൾ വന്ന് കുട്ടി നോക്കി ചലനമില്ല. ആ സമയത്ത് അള്ളാന്റെ ഖുർആൻ ഓതിക്കൊണ്ട് നിൽക്കുന്ന മഹാനായ ഉർവത്ത് ബിൻ സുബൈറിന്റെ കാലങ്ങ് മുറിച്ചു മാറ്റുകയാ. കാലങ്ങ് മുറിച്ചു മാറ്റി സലാം വീട്ടിയിട്ട് ചോദിച്ചു, കാല് മുറിച്ചില്ലേ? മുറിച്ചു. നോക്കുമ്പോൾ നയാഗ്ര പോലെ ഒഴുകുകയാ. അദ്ദേഹത്തിന്റെ കാലിന്റെ മുട്ടിൽ നിന്ന് രക്തച്ചാലിട്ടൊഴുകുകയാണ്. ആ സമയത്ത് ഡോക്ടർമാര് പറഞ്ഞു, ഉർവത്തേ, ഇവിടത്തെ ചികിത്സാ രീതി ബ്ലഡ് നിൽക്കണമെങ്കിൽ, ആ ബ്ലീഡിംഗ് അവസാനിക്കണമെങ്കിൽ തിളച്ച എണ്ണയിൽ ആ കാല് മുക്കണം. തിളച്ച എണ്ണയിൽ കാല് മുക്കിയാലേ ബ്ലീഡിംഗ് നിൽക്കൂ. സഹോദരാ, എന്റെ സഹോദരി, അദ്ദേഹം പറഞ്ഞു, ധൈര്യമായിട്ട് മുക്കിക്കൊള്ളുക. അങ്ങനെ തിളച്ച എണ്ണയിൽ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലങ്ങ് പിടിച്ചു മുക്കുകയാ. ഉർവർ റളിയല്ലാഹു അൻഹുവിന്റെ ബോധമങ്ങ് പോയി. അല്ലാഹുവേ, കാല് മുറിച്ചപ്പോ എന്തുകൊണ്ടാ വേദനിക്കാത്തത്? കാല് മുറിച്ചപ്പോ എന്തുകൊണ്ടാ ബോധം കെടാത്തത്? അദ്ദേഹം അല്ലാഹുവിന്റെ ആയാത്തുകളിലേക്ക് അങ്ങ് ഇഴുകി ചേർന്നിട്ട് പടച്ചവനുമായിട്ട്
അള്ളാഹുമായിട്ടങ്ങ് ലയിച്ചു ചേർന്നിട്ട് അള്ളാഹുമായിട്ടങ്ങ് ഇണങ്ങി ചേർന്നിട്ട് അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ ഇഷ്കിന്റെ ഹുബിന്റെ ആ ലഹരിയിൽ അങ്ങ് ലയിച്ചു ചേർന്നപ്പോൾ ആ മനുഷ്യന് ലോകത്ത് നടക്കുന്ന ഒന്നും അറിഞ്ഞില്ല, ശരീരത്തിൽ നിന്ന് കാല് നീക്കം ചെയ്യുന്നത് അറിഞ്ഞില്ല. സലാം വീട്ടിയിട്ട് ആ കാല് പിടിച്ച് തിളച്ച എണ്ണയിലെന്ന് മുക്കിയപ്പോ വേദന അറിഞ്ഞിട്ട് ബോധം കിട്ടുപോയെങ്കിലോ എന്റെ ചെറുപ്പക്കാരാ, ചിറ്റാരിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിയെ, നമസ്കാരത്തിലൊരു കൊതുക് കടിച്ചാ പോലും നമ്മൾ അറിയുന്നു. എന്തുകൊണ്ടാ? നമ്മുടെ നമസ്കാരം റസൂലുള്ള പറഞ്ഞ നിസ്കാരമായിട്ടില്ല. അതുകൊണ്ട് ഇരു വീട്ടിലും ഖൈറിന്റെ അഹ്ലുകാരിൽ പെടണോ, ജീവിതത്തിന്റെ ഉന്നതമായ വിജയം കരകരമാക്കണോ, അതിന് ഉത്തമ ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം, നീ നിസ്കരിക്കുമ്പോൾ ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന ബോധത്തോടെ നിസ്കരിക്കുക. ലോകവുമായൊരു ബന്ധം ഉണ്ടാകരുത്. നമ്മളെ സെൻട്രൽ ചിത്താരിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ രണ്ട് ചെറുപ്പക്കാര് ഒളിച്ചു നിന്നിട്ട് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്നു. സുജൂദിലേക്ക് വീണപ്പോൾ കമ്പ് കൊണ്ടുവന്ന് തലയിലടിച്ചു. പള്ളിക്കകത്ത് കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞു. എന്നാൽ എന്റെ സഹോദരങ്ങളെ, പള്ളിയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാര് കമ്പും കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ യവൻ പറഞ്ഞു, നിങ്ങൾ അടിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ നിസ്കരിക്കുമ്പോ നിങ്ങൾ അടിച്ചോളെ, ഞാൻ നിസ്കരിക്കുമ്പോ നിങ്ങൾ അടിച്ചോളെ, അല്ലാതെ അടിക്കരുത്. ഈ പറഞ്ഞ യവൻ കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സുള്ള ചിന്ത എന്തായിരിക്കും? പറയും. കൈകെട്ടി ഒളിച്ചിന്ന് അടിച്ചു, വേറെ ഒരു ചിന്തയില്ല. അടി കിട്ടുന്ന സമയം മുതൽ പിന്നെ അത് അങ്ങോട്ട് വേദനയുള്ളൂ. അതേസമയം കയറിയപ്പോ അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ അടിച്ചോ, പക്ഷേ ഞാൻ കൈകെട്ടുമ്പോ അടിച്ചോ എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ അടി കിട്ടുന്ന സമയം വരെ ചിന്ത ഇതാണ്, അടി വന്നില്ലല്ലോ, ഇപ്പൊ വരുമായിരിക്കും, ഇപ്പൊ കിട്ടുമായിരിക്കും, ആ ഒരു ചിന്തയാണ്. അവിടെയാണ് ഉർവത്ത് ബിൻ സുബൈറിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ആരെങ്കിലും ഒളിച്ചു നിന്ന് കാല് മുറിച്ചതല്ല. അവിടെ കൂടിയ ഡോക്ടർമാര് ഒരുമിച്ച് നിന്ന് മുഷാവറ നടത്തി അവരൊരു മീറ്റിംഗ് കൂടി തീരുമാനിച്ച് ഇയാൾ നിസ്കരിക്കട്ടെ, അപ്പോഴും മുറിക്കാം എന്ന് പറഞ്ഞതല്ല. എങ്കിൽ നമുക്ക് സമ്മതിക്കാം, അദ്ദേഹത്തിന്റെ ആ ഒരു ഭയഭക്തിയുടെ കാഠിന്യത കൊണ്ട് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചതറിഞ്ഞില്ല. പക്ഷേ കാര്യം അങ്ങനെ അല്ലല്ലോ. ഞാൻ നിസ്കരിക്കും, നിങ്ങൾ കാല് മുറിച്ചോളി. അത്രയും വലിയ ഭയഭക്തി നിസ്കാരത്തിൽ വരുന്നത് നമ്മുടെ മുൻഗാമികളുടെ. ഇത് ഒരാളുടെ കഥയല്ല, ഇത് പലതിൽ ചിലതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എത്ര അനുഭവങ്ങളിൽ ഒന്നാണ് ഈ അനുഭവം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ നമസ്കാരത്തെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോ ഒരു കൊതുക് ഒന്ന് കുത്തി നോക്കട്ടെ, അപ്പോഴേ നമ്മൾ ഇങ്ങനെ അടിക്കും, നമ്മൾ ചൊറിയും. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോ കറണ്ട് പോയാൽ, കാസർഗോഡ് ജില്ലയിൽ വന്ന കറണ്ട് എപ്പോഴും പോകും അല്ലേ? എപ്പോഴും കറണ്ട് പോകുന്ന സ്ഥലമാണ് കാസർഗോഡ് ജില്ല. പകല് തീരെ കറണ്ട് ഇല്ല, രാത്രി കറണ്ട് വരും, വന്നാൽ തന്നെ 5 മിനിറ്റ് ഇടയിട്ട് പോകും. എന്റെ സഹോദരങ്ങളെ, കറണ്ട് പോകുന്ന സമയത്ത് ഫാനിന്റെ ചുവട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയപ്പോ ഫാൻ കറണ്ടങ്ങ് പോയി. പിന്നെ അവന് എന്തായി? ബട്ടൺ സൂരലായി, കയറ്റി വെക്കലായി, ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് വീശലായി. നിസ്കരിക്കാൻ പറ്റില്ല. 4 റക്അത്ത് നിസ്കരിക്കാൻ 4 മിനിറ്റ് മതി. അതുപോലും അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളെ പോലുള്ള നമ്മുടെ മുന്നോറുകളുടെ ചരിത്രങ്ങൾ അതാണ്. മഹാന്മാരായി നമ്മുടെ മുന്നോറുകൾ, പൂർവ്വസൂരികൾ, അവരൊക്കെ വലിയ ആദരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. നമ്മളെ പോലെയല്ല. അള്ളാഹു നമ്മുടെ നിസ്കാരമൊക്കെ ആ ഒരു നിസ്കാരത്തിന്റെ കോലത്തിൽ അള്ളാഹു ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരമില്ലാത്തവന് നരകം, നിസ്കാരമുള്ളവന് സ്വർഗം. ഇതാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണ. നിസ്കാരം സ്വർഗം ആർക്കാ? ആ നിസ്കാരമുള്ളവൻ. നരകം ആർക്കാ? അത് നിസ്കരിക്കാത്തവന്. ഇതിൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അത് അബദ്ധമാണ്, അത് തെറ്റായ ധാരണയാണ്. അങ്ങനെയല്ല. സ്വർഗമാർക്ക് അത് നിസ്കരിക്കുന്നവനാണ്, നരകമാർക്ക് നിസ്കരിക്കുന്നവനാണ്. നിസ്കരിക്കുന്നവന് നരകവും കിട്ടും, നിസ്കരിക്കുന്നവന് സ്വർഗവും കിട്ടും. നമ്മൾ ഏത് തരത്തിലുള്ള നിസ്കാരമാകണം? നിങ്ങൾ വിഷമിക്കാനൊന്നും വേണ്ട, ഞാൻ ആയത്ത് തന്നെ പറഞ്ഞുതരാം. ആയത്ത് നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം. നമസ്കാരത്തിലൂടെ നമുക്ക് സ്വർഗം കിട്ടണം, നമസ്കാരത്തിലൂടെ നരകം കിട്ടരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകം കിട്ടുന്ന നിസ്കാരം ഞാൻ പിന്നെ പറയാം. ആദ്യം സ്വർഗം കിട്ടുന്ന നിസ്കാരം എങ്ങനെയാന്ന് കേട്ടോളി. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ,
സ്വർഗം ലഭിക്കുന്ന നമസ്കാരം എങ്ങനെയെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിലൂടെ പടച്ചതമ്പുരാനെ പഠിപ്പിക്കുകയാ. ആർക്കാണ് സ്വർഗം കിട്ടുന്നതെന്നറിയോ? ആർക്കാണ് സ്വർഗം ലഭിക്കുന്നതെന്നറിയോ? നമസ്കാരത്തിന് 2 വട്ടം പറഞ്ഞുകൊണ്ട് 6 കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിൽ 1-ാമതും 6-ാമതും നമസ്കാരത്തെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ സംസാരിക്കുകയാ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. കൈകെട്ടുന്ന സമയത്ത്, നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്ന സമയം മുതൽ സലാം വീട്ടുന്ന സമയം വരെ വേറെ ഒരു ചിന്തകളെ കടന്നു വരാതെ അള്ളാഹുമായിട്ടുള്ള ബന്ധമൂട്ടി ഉറപ്പിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നത് സ്വർഗമാണ്. അവന് കൈകെട്ടി നിൽക്കുമ്പോ സലാം വീട്ടുന്നത് വരെ അവന് വേറെ ചിന്തകളൊന്നുമില്ല. അവന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ, സംഘടനയുടെ, അവന്റെ കുടുംബത്തിന്റെ, വ്യക്തി ജീവിതത്തിന്റെ, കച്ചവടത്തിന്റെ, അവന്റെ തൊഴിലിന്റെ, അവന്റെ ഏതെങ്കിലും ഒരു ദുനിയാവിന്റെ ചിന്തകളൊന്നും അവനെ കടന്നു വരില്ല. അവന്റെ മനസ്സ് മുഴുവന് പടച്ചവനാ. അവന്റെ ഹൃദയത്തിൽ നിറച്ച് അല്ലാഹുവാ. അങ്ങനെ ഒരു നമസ്കാരം നിർവഹിക്കുന്നവന് സ്വർഗം കൊടുക്കുമെന്ന. രണ്ടാമത് അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അത് നമസ്കാരത്തിന് മുമ്പുള്ള കാര്യമാണ് അല്ലാഹ് പറഞ്ഞത്. ളുഹർ നമസ്കാരത്തിനെ സൂക്ഷിക്കുന്നവനാ, അത് അസറിലേക്ക് മാറ്റൂല. അസർ നിസ്കാരത്തിനെ സൂക്ഷിക്കുന്നവനാണ്, അത് മഗ്രിബിലേക്ക് മാറ്റൂല. ഓരോ വഖ്തുകൾ അല്ലാഹു നമുക്ക് തന്നത് അത് അതാത് സമയത്ത് നിസ്കരിക്കാനാണ്. ളുഹറെടുത്ത് അസറിലേക്ക് മാറ്റാൻ പെങ്ങളെ നിനക്കാരാ അനുവാദം തന്നത്? നീ കറങ്ങാൻ പോകുമ്പോ, നീ സഞ്ചരിക്കുന്ന പാതയിൽ നിസ്കരിക്കാൻ നിനക്ക് കഴിയില്ല എന്ന ബാലിശമായ ന്യായം നിരത്തിയിട്ട് നീ ആശുപത്രിയിൽ പോകുമ്പോ, നീ കല്യാണത്തിന് പോകുമ്പോ, നീ ഷോപ്പിങ്ങിന് പോകുമ്പോ, അതുപോലെ നീ എവിടെ പോയാലും നിനക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു, മറ്റടുത്ത വഖത്തിലേക്ക് കലാവിട്ട ഈ ഒരു ചിന്തയല്ല ചെറുപ്പക്കാരാ, ഈ ഒരു ചിന്തയല്ല പെങ്ങളെ നിനക്ക് വരുന്നത്. അത് പാടില്ല, പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നമസ്കാരത്തെ സൂക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് നിസ്കരിക്കുന്നവനാ. ഇശാഇന്റെ സമയത്ത് ഇശാ നിസ്കരിക്കുന്നവനാ. നമ്മളൊക്കെ നന്ദിയില്ലാത്തവരല്ലേ? ളുഹർ നിസ്കാരം ഇപ്പൊ സൗകര്യമില്ല, അസർ കിടക്കയിലെ കലാവിട്ടാം. അസറിന് പറ്റിയില്ല, മഗ്രിബ് കിടക്കയിലെ കലാവിട്ടാം. എന്നാ നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു, ഇപ്പൊ സമയമില്ല, ലഞ്ചിനോടൊപ്പം ആക്കാം. അതും സമയമില്ല, എന്നാ പിന്നെ ഡിന്നറിനോടൊപ്പം ആക്കാം. അതറിഞ്ഞ് ചിന്തിക്കും. അപ്പൊ ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ വാരി വെട്ടി വിഴുങ്ങിക്കൊള്ളണം, അങ്ങോട്ട് നിസ്കരിക്കുന്നതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി പെൻഡിങ്ങിൽ വെച്ചോളണം. ഇതാ നമ്മുടെ സ്വഭാവം. ഇങ്ങോട്ട് വളരെ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കണം, അങ്ങോട്ടുള്ളത് അല്പം പെൻഡിങ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നിസ്കാരം ഒന്ന് അള്ളാഹ്ക്ക് വേണ്ട സഹോദരങ്ങളെ. പടച്ചോൻ എത്രയോ നല്ല ആളുകളുണ്ട്, ജീവൻ കൊടുത്തവരുണ്ട്, സമയം കൊടുത്തവരുണ്ട്, സമ്പത്ത് കൊടുത്തവരുണ്ട്. എന്തിനേറെ തന്റെ ശരീരം വെട്ടി പീസാക്കപ്പെട്ട് രക്തം ചാലിട്ടൊഴുകുമ്പോഴും അല്ലാഹുവേ എനിക്ക് നീ മതി എന്ന് പറഞ്ഞ് ശരീരം റബ്ബിന് വേണ്ടി കൊടുത്ത ധീരരക്തസാക്ഷികൾ അല്ലാഹുവിന്റെ അടിമകളാണ്. പക്ഷേ നമുക്ക് അഞ്ച് വഖത്ത് നിസ്കാരത്തിന്റെ ടൈം അല്ലാഹ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ അപ്പോഴും പെൻഡിങ്ങിൽ വെക്കുകയാണ്. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോ നമസ്കാരത്തിന്റെ സമയം സൂക്ഷിച്ച് കൈകെട്ടി കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാക്കുന്നവൻ അല്ലാഹ് കൊടുക്കുന്ന സ്വർഗമാണ്. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവൻ അല്ലാഹു ഫിർദൗസ് എന്ന സ്വർഗം കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി എന്നാ നിസ്കരിക്കുന്നവർക്ക് നരകം കിട്ടും? അതാർക്കെന്നറിയോ? നിസ്കാരക്കാർക്ക് നരകം കിട്ടും. അതാർക്കാ? അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. രണ്ട് കാര്യം സൂക്ഷിക്കണേ സഹോദരാ. അല്ലാഹു നരകം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഫവൈലുന നരകമാർക്കെന്നറിയോ? സർവനാശമാർക്കെന്നറിയോ? ലിൽ മുസല്ലീൻ, അത് നിസ്കരിക്കുന്നവന് തന്നെയാ. എങ്ങനത്തെ നിസ്കാരക്കാരാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ
അവന് സമയത്തെ അശ്രദ്ധനായി നടക്കുന്നവനാ. ലോഹറിന് ബാങ്ക് വിളിക്കുമ്പോൾ ഫുട്ബോൾ കളി കാണുകയാ, അതല്ലെങ്കിൽ കളിക്കാൻ ഓടുകയാ. രാത്രിയാണ് ഫുട്ബോൾ കളി നടക്കുന്നത്. രാത്രി 11 മണിക്ക് തുടങ്ങിയാൽ പിറ്റന്ന് 11 മണി വരെ ഫുട്ബോൾ കളിയാ. ഇതിനിടയിൽ സുബഹിന് ബാങ്ക് വിളിക്കുമ്പോൾ പൊന്നുമോനെ നീ കേൾക്കുന്നില്ല, നീ അറിഞ്ഞില്ല, നീ കേട്ടില്ല. ആ സമയം നീ നെട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നീ പെട്ടെന്ന് വന്ന ലോഹറിന് ബാങ്ക് കൊടുത്തപ്പോ സുബഹിയൂടി കലാ വീട്ടിയെങ്കിലും നിനക്കാ നിസ്കാരം കൊണ്ട് അല്ലാഹു തരുന്നൊരു നരകം തന്നെയാണ്. രണ്ടാമതോ അല്ലദീനഹും ഹൃദയത്തിലെ ഭയഭക്തിയില്ലാതെ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അവന് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഉപ്പ പള്ളിക്കകത്ത് നിൽക്കുകയാ. തന്റെ മോളെ കെട്ടുന്ന പുതിയ ആപ്പള നല്ല നിസ്കാരക്കാരനാണെന്നറിയട്ടെ. അതുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ഒരുപാട് ഓതി ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ട് മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന നിസ്കാരം നിർവഹിക്കുന്ന ചെറുപ്പക്കാരാ, ആ നിസ്കാരം കൊണ്ട് അല്ലാഹു നിനക്ക് തരുന്ന സ്വർഗമല്ല മോനെ, കത്തിക്കാളുന്ന ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ നരകമാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നിസ്കരിക്കാം. എങ്ങനെ നിസ്കരിക്കാം? ഫസല്ലി സ്വലാത്ത മുവദ്ദി, അവസാനത്തെ നിസ്കാരക്കാരനെ പോലെ ഇനി തനിക്ക് നിസ്കാരമില്ല, ഇത് ഒടുക്കത്തെ നിസ്കാരമാ, ഇത് തന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവനെ പോലെ നിസ്കരിക്കണേ പൊന്നുമോനെ എന്ന് ലോകത്തിന്റെ നായകന് 14 മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കത് ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാസർഗോഡുകാർ പണ്ട് കൈ ഇങ്ങനെ പിടിക്കുമായിരുന്നു. ഇപ്പോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പ്രസംഗം കേട്ട് അല്ലാത്ത നാടുകളിലൊക്കെ ഇത് പൊക്കാതിരിക്കുന്നപ്പോ നമ്മൾ കരുതി പടച്ചോനെ അതൊക്കെ ഒരു എന്താ ഇത് ഒരു പഴഞ്ചനായി പോയി എന്ന് നിങ്ങൾ കരുതി പോയോ? ഞാന് ഇവിടെ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് മാണിക്കോത്ത് ഉറൂസിന് വരുമ്പോഴാണ്. എന്തു പറഞ്ഞാലും 2 കൈ ഉയർത്തിയിട്ട് ആമീൻ പറയും. ആ സംസ്കാരമൊക്കെ പോയോ? എല്ലാം പോയല്ലേ. വഴല് കൂടിയാലും പ്രശ്നമാണ്. അള്ളാഹു എന്തായാലും നമുക്ക് മരിക്കുന്നതുവരെ അവന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ, അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമസ്കാരം എന്തായാലും നമ്മൾ നിസ്കരിക്കണം. അത് ഭയഭക്തിയോട് കൂടിയിട്ട് വേറെ ചിന്തകൾ മുഴുവനും വിട്ടിട്ട് നമ്മൾ നിസ്കരിക്കുക. അള്ളാഹുദിന് ഭാഗ്യം തരട്ടെ. അതിന് എന്താണ് ഒരു എളുപ്പ വഴി എന്ന് ചോദിച്ചാൽ അതിനൊരു വഴി ഞാൻ പറഞ്ഞു തരാം. 1 മണിക്കൂറായല്ലേ? 1 മണിക്കൂറായി ആയല്ലോ. 10 മണിയായില്ലേ? 9 മണിക്ക് തുടങ്ങി 10 മണിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനൊരു വഴി പറഞ്ഞു തരാം. എന്നിട്ട് 2ാമത്തെ ഉപദേശത്തിലേക്ക് പോകാം. ഞാൻ ഈ പറയുന്ന രീതിയിൽ നാളെ സുബഹിക്ക് നിങ്ങൾ നിസ്കരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ നിസ്കാരം വലിയൊരു മാറ്റം ഉണ്ടാക്കും. അള്ളാഹു നമുക്ക് അങ്ങനെ നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞുതരാം. മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഹാത്തമുൽ അസ്സം? ഹാത്തമുൽ അസ്സം എന്ന് പറഞ്ഞാൽ ആ പേരിന്റെ അർത്ഥം ചെവിട് കേട്ടുകൂടാത്ത ഹാത്തം എന്നാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ചെവിട് കേട്ടുകൂടാത്ത എന്താ പറയുന്നത്? പൊട്ടന. ചെകിട് കേട്ടുകൂടാത്ത ആളെന്താ പറയാ? പൊട്ടൻ. അള്ളാഹു മാപ്പ് തരട്ടെ, പടച്ചോൻ പുറത്തു തരട്ടെ. അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടാ. ഹാത്തമുൽ അസ്സം എന്ന് പറഞ്ഞ പൊട്ടനായ ഹാത്തം എന്നാണ്. അങ്ങനെ പറഞ്ഞുകൂടാ നമുക്ക്. അതതിന് വേറൊരു പേരുണ്ട്, ഹാത്തമുൽ അഅമ, അന്ധനായ ഹാത്തം. അപ്പൊ അന്ധതയും ഈ ബധിരതയും ഈ മൂകതയും ഉള്ളവരെയാണ് സാധാരണ പൊട്ടനെന്ന് വിളിക്കുക. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന് നന്നായി ചെകിടും കേൾക്കാം, നന്നായി കാണുകയും ചെയ്യാം, നല്ലതുപോലെ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ പേര് പൊട്ടനായ ഹാത്തം. എന്താ കാര്യം? ഇപ്പൊ നമ്മള് ചെറിയ ചെറുപ്പക്കാരെയൊക്കെ വീട്ടിൽ വിളിക്കുന്നത് പെണ്ണൻ എന്നാണ്. പെണ്ണൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ വിളിക്കും. പെണ്ണൻ. ഇവിടെ അങ്ങനെ വിളിക്കുമെന്ന് എനിക്കറിയില്ല. പെണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങളെ പോലെയാണ്. ഒരു ഗുണം ഉണ്ടാവൂല, ആണുങ്ങളുടെ ഒരു സ്വഭാവം അവനുണ്ടാവൂല, വെറും പെണ്ണുങ്ങളെ പോലെയാണ്. അങ്ങനത്തെ ആളുകളെ പെണ്ണനെന്ന് വിളിക്കും.
അവൻ ആണായത് പെണ്ണായത് കൊണ്ടാണോ? അല്ല, അവൻ ആണാണ്, പക്ഷേ അവൻ പെണ്ണുങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അന്ധനായ പൊട്ടനായ ഹാത്തം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെവി കേട്ടുകൂടാത്തതോ കണ്ണ് കണ്ടുകൂടാത്തതോ ആയ ഒരു ന്യൂനതയുമില്ല. പക്ഷെ അദ്ദേഹം ചിലത് കാണൂല, ചിലത് കേൾക്കൂല. ഏതാ? ജീവിതത്തിൽ ഇന്നേ വരെ ഹറാമ് കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഇന്നേ വരെ ഹറാമ് കേട്ടിട്ടില്ല, ജീവിതത്തിൽ ഒന്ന് ഹറാമ് കണ്ടിട്ടില്ല, ഹറാമ് കേട്ടിട്ടില്ല, ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കഥ നിങ്ങൾക്കറിയണോ? ആ മഹാനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ കുറെ പെണ്ണുങ്ങൾ വഴിയരിയിൽ നിൽക്കുകയാ. ആ പെണ്ണുങ്ങളെ കണ്ടപ്പോ ദൂരെ നിന്ന് നിൽക്കുന്നത് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണെന്ന് മനസ്സിലാക്കിയപ്പോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണുമങ്ങ് ഇറുക്കി പിടിച്ചു, രണ്ട് കണ്ണുമങ്ങ് അടച്ചു പിടിച്ചു, രണ്ട് കണ്ണുമങ്ങ് മുറുക്കി പിടിച്ചു. ചെറുപ്പക്കാരാ കേട്ടോ, നിങ്ങൾക്കൊരു ഫാൻസാ പറയുന്നത്, നിങ്ങൾക്കൊരു ഫാനാ പറയുന്നത്. മഹാനായ ഹാത്തം റളിയല്ലാഹു തആല അൻഹു രണ്ട് കണ്ണുമങ്ങ് ഇറുക്കി മുറുക്കി ഇറുക്കി പിടിക്ക് കണ്ണടച്ചു പിടിക്കുകയാ. എന്നിട്ട് ഹാത്തം റളിയല്ലാഹു തആല അൻഹു കണ്ണ് കണ്ടുകൂടാത്തവനെ പോലെ നടന്നങ്ങ് പോയപ്പോ റോഡ് മുറിച്ച് കടന്നു വേണം അപ്പുറത്തിട്ടാ. ആ സമയത്ത് കുറെ ചെറുപ്പക്കാര് ഓടി വന്നത്രേ. ഹാത്തം റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു, എന്നിട്ട് റോഡ് മുറിച്ചക്കരെ എത്തിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാർ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഈ മനുഷ്യൻ ആരോഗ്യമുണ്ട്, പക്ഷേ നീ കാണാനുള്ള കണ്ണ് കൊടുത്തില്ലല്ലോ അല്ലോ. ഞങ്ങളെ ഈ മനുഷ്യനെ പോലെ അന്ധരാക്കല്ലേ അല്ലാ, ഞങ്ങളെ ഇതുപോലെ അന്ധരാക്കല്ലേ അല്ലാ. ഈ ദുആ കേട്ട് ഹാത്തം ഉള്ളിൽ ഊറിച്ചിരിക്കുകയാ. കാരണം ഹാത്തം തങ്ങൾക്ക് എല്ലാം കാണാ, എല്ലാം കേൾക്കാ. പക്ഷെ എന്തുകൊണ്ടാണ്? വഴിയരികിൽ പെണ്ണുങ്ങൾ നിന്നപ്പോൾ, സ്ത്രീകൾ നിന്നപ്പോ അത് കാണേണ്ടി വരുമല്ലോ. അവര് ഭീകര ജീവികളായതുകൊണ്ടല്ല. കണ്ണാണ് പ്രശ്നം, നോട്ടമാണ് പ്രശ്നം. വിചാരത്തിലേക്ക് എത്തപ്പെടുന്നത് നോട്ടത്തിലൂടെയാണ്. ഒരു നോട്ടം മതി പെങ്ങളെ, ഒരു നോട്ടം മതി ചെറുപ്പക്കാരാ. ആ കണ്ണുകൾ തമ്മിലും നുടക്കിപ്പോയാ, ആ കണ്ണുകൾ പരസ്പരം ഒന്ന് സംസാരിച്ചു പോയാ, കണ്ണുകൾ തമ്മിലൊന്ന് സംസാരിച്ചു പോയാ ചെന്നെത്തുന്നത് എവിടെയാണ്? നിന്ദ്യമാണ്, നീചമാണ്, നികൃഷ്ടമാണെന്ന് ഖുർആൻ പറഞ്ഞ വ്യഭിചാരത്തിലാ. സഹോദരങ്ങളെ, ഹാത്തം തങ്ങൾക്ക് പേടിയാ. അതുകൊണ്ട് മഹാനവറുകൾ കണ്ണ് പൊട്ടനെ പോലെ അഭിനയിച്ചെങ്കിലോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു 30 വർഷമാണ് ഇൽമു പഠിച്ചത്. 30 വർഷത്തോളം ഇൽമു പഠിച്ച അധ്യാപകന് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു, ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഗുരുനാഥന്റെ മുന്നിൽ, അവിടത്തെ മുന്നിൽ ചെന്ന് അടിമയെ പോലെ അറിവ് പഠിച്ച ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു 30 വർഷം അറിവ് പഠിച്ചിട്ട് ആ വീട്ടുമുറ്റത്ത് ചെന്ന് ഇൽമു പഠിച്ചിട്ട് പോലും ഹാത്തമുൽ അസ്സം എങ്ങനെയുള്ള മനുഷ്യനാണ് എന്ന് ആ ശഖീഖുൽ ബൽഖിയുടെ പെണ്ണുങ്ങൾക്കറിയില്ല. ഒരു ദിവസം ബാത്റൂമിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ശഖീഖുൽ ബൽഖിയുടെ വീടിന്റെ വാതിൽക്കൽ കതകിന് മുട്ടുകയാ. ആരാണ് പെണ്ണെ കതകിന് മുട്ടുന്നത്? ചെന്ന് തുറന്നു നോക്കുന്ന ശഖീഖുൽ ബൽഖി എന്ന ഉസ്താദ് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ വന്ന് വാതിലിന്റെ ചെറിയ ഒരു വിടവിലൂടെ നോക്കിയിട്ട് പറഞ്ഞതെന്നറിയോ? വന്നത് വേറെ ആരുമല്ല, സോഹിബുകൽ അഅ്മാ, നിങ്ങളെ കണ്ണ് കണ്ടുകൂടാത്ത ശിഷ്യനാണ് വന്നത്. അല്ലാഹുവേ, 30 കൊല്ലം തന്റെ വീട്ടിൽ വന്ന ഒരാള് അന്ധനാണെന്നാ പെണ്ണുങ്ങൾ പോലെ കരുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ജന്മം കൊടുത്ത് കാസർഗോഡത്തെ പെണ്ണിന് കഴിയോ? ഈ ലോകത്തെ പെണ്ണിന് കഴിയോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. ഇത്രത്തോളം സൂക്ഷ്മത കാണിച്ചു ജീവിച്ച ഒരു മഹാനല്ലേ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ഹാത്തം തങ്ങളെ ശഖീഖുൽ ബൽഖി എന്ന ഉസ്താദിന്റെ വീട്ടിൽ ഒരു ദിവസം രാത്രി പോയി. കൂടെ തന്റെ ശിഷ്യനെ കൂടെ കൂട്ടി. അങ്ങനെ ചെന്നോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, അറിവുകൾ പഠിച്ചു. തിരിച്ചു വരുമ്പോഴേക്ക് ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കഴിച്ച് ഹാത്തമുൽ അസ്സം തങ്ങളും തന്റെ ശിഷ്യനും ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് വീട്ടിൽ വന്നപ്പോ തന്റെ ശിഷ്യൻ വന്ന് ഹാത്തമുൽ അസ്സമിനോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ
ഉസ്താദ് ശഖീഖുൽ ബൽഖി നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ആക്ഷേപമുണ്ട്, ഒരു കാര്യത്തിൽ എനിക്ക് വിമർശനമുണ്ട്, ഒരു കാര്യത്തിൽ എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദിന്റെ വീട്ടില് ഭക്ഷണം കൊണ്ടുവച്ചിട്ട് കൈ കഴുകാൻ വെള്ളം കൊണ്ടുവച്ചത് അവിടത്തെ പെണ്ണുങ്ങളാണ്. അത് ശരിയായില്ല. ഭക്ഷണം ഇവിടെയൊക്കെ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൂലേ? വീടുകളിലല്ലേ? അതൊക്കെ ഒരു മഹത്വമാണ് സഹോദരങ്ങളെ. എത്ര കുട്ടികളുണ്ട്? 9 പേര്. 9 മക്കൾ നമ്മുടെ ഈ ദർസിൽ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ 10ഉം 60ഉം മുത്തഅല്ലിമീങ്ങൾ പഠിക്കുമ്പോ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അടുത്ത ദിവസം ആ കുട്ടി വേറൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. എന്താണെന്നറിയോ? എല്ലാവർക്കും ഇപ്പൊ 50 വീടുണ്ടെങ്കിൽ 50 മക്കളുണ്ടെങ്കിൽ 3 നേരം ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് കഴിച്ചാൽ വീട്ടുകാർക്ക് തൃപ്തിയാവൂല. എന്താണെന്നറിയോ? ഒരു കുട്ടിക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മോനെ നാളെ നീ അപ്പുറത്തെ വീട്ടിൽ പോ, അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്. അങ്ങനെ മാറി മാറി ഭക്ഷണം കൊടുക്കാൻ ആവേശം കാണിക്കുന്നവരാണ് ചില നാട്ടുകാര്. ഇവിടെയും അങ്ങനെ ആയിരിക്കും. അള്ളാഹു അങ്ങനെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മഹത്വം ഇന്ന് സംഭവിക്കുന്ന എന്താണെന്നറിയോ? കല്യാണത്തിന് വലിയ കുറിയൊക്കെ അടിച്ചിട്ട് ഒരു ലെറ്ററിന് തന്നെ 1000 രൂപ വരും. നിക്കാഹ് എടുത്ത് കൊടുക്കുന്ന ഉസ്താദിന് കൊടുക്കുന്നത് 250 കുരുവ. 250 രൂപ. ഉസ്താദിന് അത് മതി, അത്ര മതി. ഒരു കല്യാണ ലെറ്ററോ 1000 രൂപ. 1000 രൂപ ഒരു കല്യാണ ലെറ്റർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ കല്യാണ ലെറ്ററൊക്കെ അടിച്ചിട്ട് ആളുകളെയൊക്കെ വിളിച്ച് ഒരുപാട് ആളുകൾ വന്നു. ചെമ്പ് കണക്കിന് ബിരിയാണി വെച്ചു. അങ്ങനെ ചെമ്പ് കണക്കിന് ബിരിയാണി വെച്ച് ഭക്ഷണം വിളമ്പിയിട്ട് 2-3 ചെമ്പ് ബിരിയാണി മിച്ചം വന്നു. ആ സമയത്ത് ആളുകൾ പറയും, ഇതെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ആരോ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഒരു ചെമ്പ് ബിരിയാണി നമുക്ക് കിറ്റ് കെട്ടിയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് എല്ലാ വീടുകളിലും കൊടുത്തുവിടാം. അങ്ങനെ വന്നവർക്കൊക്കെ ഓരോ കിറ്റ് ബിരിയാണി കൊടുത്തു വിട്ടു. പരമാവധി 2 ചെമ്പ് തീർന്നു. നോക്കുമ്പോ 1 ചെമ്പ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, പള്ളിയിലെ മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ, നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാം. ഈ മകളുടെ കല്യാണത്തിന് ഒരു മുത്തഅല്ലിമിനെ വിളിച്ചിട്ടുമില്ല, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുമില്ല. മിച്ചം വന്ന് കുഴിച്ചിടാൻ വേണ്ടി തീരുമാനിച്ചിട്ട് കുഴിച്ചിടാൻ മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ കോർപ്പറേഷന്റെയും ഭൂമി ഇല്ലാതെ വന്നപ്പോ എവിടെ കൊടുക്കാം? മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കാം. ഇതിനപ്പുറം വിവരക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ആദ്യം കൊടുക്കേണ്ടത് അവർക്കാണ്, ഈ മക്കൾക്കാണ്. അവര് മലക്കുകളുടെ ചിറകിന് താഴെയാണ് ഇപ്പൊ അവരിയ്ക്കുന്നത്. നമ്മളെ പോലെയല്ല, മലക്കുകളുടെ ചിറകിന് താഴെയാണ്. എത്രത്തോളം അറിയോ? ഇൽമ പഠിക്കുന്നതിന്റെ മഹത്വം അറിയണമെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇൽമിന്റെ മഹത്വം ഒരുപാടൊന്നും പ്രസംഗിക്കണ്ട. കേട്ടോളി, രക്ഷകർത്താക്കളൊക്കെ കേട്ടോളി, കമ്മിറ്റിക്കാരൻ കേട്ടോളി, ചെറുപ്പക്കാരും കേട്ടോളി, ഉമ്മമാരും കേട്ടോളി. ഇൽമ പഠിക്കുന്നതിന്റെ മഹത്വം ഒറ്റ കാര്യം എന്താണെന്നറിയോ? മരണത്തെ ഓർക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാരും മരണത്തെ ഓർക്കണം. എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. പ്രത്യേകിച്ച് ഏതെങ്കിലും രോഗമുള്ളവൻ, അതിശക്തിമത്തായ സുന്നത്താണ് മരണത്തെ ഓർത്തുകൊണ്ടിരിക്കൽ. ഈ ഓതി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ലെന്നാണ്. ഇവർക്ക് മരണം എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. ആ സമയം കൂടി അവർ ഓതി പഠിക്കണം. ആ സമയം കൂടി അവർ പഠിക്കണം. അപ്പൊ ഇൽമ പഠിക്കുന്നതിന്റെ മഹത്വം, മരണത്തെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ലാത്ത ഭൂമി ലോകത്തെ ഒരു വിഭാഗമാണ് മുത്തഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. മക്കൾ ദർസിൽ പഠിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന മക്കൾ, ഇൽമ പഠിക്കുന്ന മക്കൾ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇൽമ പഠിക്കാൻ വേണ്ടി വന്നവരാ. നിങ്ങളും മരണത്തെ പറ്റി ചിന്തിക്കണ്ട. ഞാൻ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് സൗത്ത് ചിറ്റാരിയിൽ പ്രസംഗിക്കുമ്പോ ആ വഴല് കേൾക്കാൻ വേണ്ടി ഒരു സഹോദരൻ വാഹനം എടുത്തു വന്നു. ഒരു ബസ് തട്ടി ആ സഹോദരൻ മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം സ്വർഗത്തിലാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. എന്റെ വഴല് കേൾക്കാൻ വേണ്ടി വന്നതുകൊണ്ടല്ല. ഇൽമിന്റെ മജ്ലിസിന് ഒരു പവർ ഉണ്ട്. ലോകത്ത് 2 സ്ഥലങ്ങളിലാണ് സ്വർഗത്തിന്റെ തോട്ടമുള്ളത്. ഒന്ന്, ഒരു സ്ഥലത്ത് അല്ലാഹു തആല
പ്രത്യേകമാക്കി. ഒന്ന്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വാരി വിതറുകയും ചെയ്തു. മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും എന്റെ റൗളയുടെയും എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിന്റെ തോട്ടമാണ് എന്ന് പറഞ്ഞു. അവിടെ ചെന്നെത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കണം. മുടക്കിയാൽ തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്യൂ നിന്നിട്ട് ഊഴം കാത്തു നിന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുക. അവിടെ ചെന്നാൽ തന്നെ നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം മാത്രം. പക്ഷേ രണ്ടാമത് റസൂലുള്ള നമുക്ക് തന്നത് വാരി വിതറിയിട്ടിരിക്കുകയാണ് ഇൽമിന്റെ മജ്ലിസ്. ഇത് റൗള ഷരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലിരിക്കുമ്പോൾ കിട്ടുന്ന അതേ കൂലി ഇതാ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു നമുക്ക് ആ കൂലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ അറിയുന്ന ഒരാൾ എങ്ങനാ എന്റെ ചെറുപ്പക്കാരാ ഫുട്ബോൾ കളി കാണാൻ പോകുന്നത്? കളിച്ചോളി, കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തിനൊക്കെ നല്ലതാ, കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ ഇൽമിന്റെ മജ്ലിസ് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ പോകേണ്ട ഒരാവശ്യമില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയുന്നു, ഉസ്താദേ, നിങ്ങളുടെ ഉസ്താദ് ശഖീഖുൽ ബൽഖി നിങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ട് കൈ കഴുകാൻ വെള്ളം കൊണ്ടുവച്ചത് അവിടുത്തെ പെണ്ണുങ്ങളാ. ആ സമയത്താണ് ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദിന്റെ പെണ്ണുങ്ങൾ കൈ കഴുകാൻ വെള്ളം വെച്ചു എന്നതിന്റെ ശിഷ്യൻ പറഞ്ഞപ്പോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പൊന്നുമോനെ, 3 പതിറ്റാണ്ട് 30 കൊല്ലം ഞാൻ പഠിക്കാൻ വേണ്ടി പോയി. അല്ലാഹനെ തന്നെയാണ് സത്യമാ. വീട്ടിൽ ഞാൻ ചെന്നിട്ട് ആരാ ഭക്ഷണം കൊണ്ടുവച്ചത്, ആരാ കറിവാചകം ചെയ്തത്, ആരാ കൈ കഴുകാൻ വെള്ളം വെച്ചത്, ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പത്തോടെ സൂക്ഷ്മതയോടെ ജീവിച്ച ഹാത്തമുൽ അസ്സം തങ്ങള് ആ മഹാനവറുകളോട് ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കുമ്പോ ഇത്ര ഭയഭക്തി എങ്ങനാ നിങ്ങൾക്ക് വരുന്നത്? ഇത്രത്തോളം സൂക്ഷ്മതയോടെ നിസ്കരിക്കുന്നത് എങ്ങനാണെന്ന് ചോദിച്ചപ്പോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ചിറ്റാരിയിൽ ഒരുമിച്ച് കൂടി ആണുങ്ങളോട് പെണ്ണുങ്ങളോട് നാളത്തെ സുബഹി മുതൽ നിസ്കരിക്കാ, നിങ്ങൾക്ക് ഖുശൂ വരാ, നിങ്ങൾക്ക് ഭയഭക്തി വരാ, നിങ്ങൾക്ക് ഏകാഗ്രത വരാ. മുത്ത് റസൂൽ പഠിപ്പിച്ച മാതൃകയിൽ നിസ്കരിക്കാൻ ഒരു രീതി ഞാൻ പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ. ഹാത്തമുൽ അസ്സം എന്നവരെ നിസ്കരിക്കുന്ന രീതിയാണ്. അതേ രീതിയിൽ, അതേ കോലത്തിൽ, അതേ ഭാവത്തിൽ നാളെ സുബഹി നിങ്ങൾ കൈകെട്ടി നോക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വലിയ മാറ്റം വരും, എനിക്ക് വലിയൊരു മാറ്റം വരും. എങ്ങനാണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൈകെട്ടുമ്പോ എന്റെ മുന്നിൽ ഇമാം എന്ന ചിന്ത എനിക്കില്ല, എന്റെ മുന്നിൽ പള്ളിയുടെ ചുമരാണെന്ന ചിന്തയില്ല. എന്റെ മുന്നിൽ ഞാൻ കാണുന്നത് കഅബാലയമാ, പരിശുദ്ധ കഅബ എന്റെ മുന്നിലാണെന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ നിൽക്കുന്നത് കഅബാലയത്തിന്റെ ചുറ്റിലുള്ള മത്താഫിലാണെന്ന് ഞാൻ ചിന്തിക്കും. എന്റെ പുറകിലോ വഖാബിലുൽ അർവാ, എന്റെ പുറകിൽ അസ്റായീൽ നിൽക്കുകയാ. ഈ സലാം വീട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് റൂഹ് പിടിക്കുകയാ. എന്റെ വലതുഭാഗത്ത് സ്വർഗമാ, എന്റെ ഇടതുഭാഗത്ത് നരകമാ. ഞാൻ കൈകെട്ടി നിൽക്കുന്നത് സിറാത്ത് പാലത്തിലാണ്. 3000 വർഷത്തെ വഴി ദൂരമുണ്ടെന്നല്ലേ ദഖായിഖുൽ അഖ്ബാറിലുള്ളത്. 1000 വർഷം കയറ്റമാണ്, 1000 വർഷം സമനിരപ്പാണ്, 1000 വർഷം ഇറക്കമാണ്. 3000 വർഷത്തെ വഴി ദൂരമുണ്ട് സിറാത്ത് എന്ന പാലത്തില്. അത് തുടങ്ങുന്നത് മഹ്ശറിൽ നിന്നാ, അതിന്റെ എൻഡ് സ്വർഗത്തിലാ. അത് ഏതിന്റെ മുകളിലെന്നറിയോ? അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തിന്റെ മുകളിലാ നാട്ടപ്പെട്ടത്. ഈ സിറാത്ത് 3000 വർഷം ഇങ്ങനെ നടന്നിട്ട് വേണം സ്വർഗത്തിലെത്താ. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അങ്ങനെ 3000 കൊല്ലം ഒന്ന് സങ്കല്പിച്ചു നോക്ക് ചെറുപ്പക്കാരാ. ബുദ്ധി മരവിച്ചു പോകും കൂട്ടര്. നമ്മുടെ കാൽക്കുലേഷന്റെ പുറത്താ, നമ്മുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു പോകും, ഒരു സംശയവും വേണ്ട. അത്രയും വലിയ സിറാത്ത് പാലത്തിലാണ്. രാത്രിയുടെ കൂരാ കുട്ടിരുട്ടിന് കാല് കറുത്ത, മുടിയ കാല് നേർമയുള്ള
വാളിനെക്കാൾ മൂർച്ചയുള്ള സിറാത്തിലാണ് കൈകെട്ടി നിൽക്കുന്നതെന്ന ചിന്ത എന്റെ മനസ്സിലോട്ട് കടന്നു വരും. അതുമാത്രമല്ല, ഇത് അവസാനത്തെ നിസ്കാരമാണ്. ഈ ഒരു ചിന്തയോടെയാണ് കൈകെട്ടുന്നതെന്ന് ആട്ടമുള്ള റളിയല്ലാഹു തആല പറഞ്ഞെങ്കിൽ നാളെ സുബഹിക്ക് കൈകെട്ടുമ്പോ മുന്നില് പരിശുദ്ധ കഅബ, വലത്ത് സ്വർഗം, ഇടത്തു നരകം, പിന്നിൽ ഇസ്രായീൽ നിൽക്കുന്നത് സിറാത്തിൽ. ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന ചിന്തയോടെ നിസ്കരിക്കൂ. എന്നാൽ നമ്മുടെ നിസ്കാരം ഏത് രീതിയിലെന്നറിയോ? ഇത് ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇ. വിടവാങ്ങുന്നവന്റെ നിസ്കാരം പോലെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ച ആ രൂപം വരുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തെ ഉപദേശം, ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. ഉറക്കം വരുന്നില്ലല്ലോ? ഇത് പടച്ചോനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി രണ്ടാമത്തത് കേട്ടോളി. ഇത് അല്പത്തി ഗൗരവമുള്ളതാണ്, ഇത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ശ്രദ്ധിച്ചോളി. പ്രത്യേകിച്ച് എന്നെ ശ്രവിക്കാൻ വേണ്ടി ഒരുമിച്ച് സഹോദരിമാർ ആ ഭാഗത്താണ്, ഒത്തിരി ഉണ്ടോ? പ്രത്യേകിച്ച് സഹോദരിമാരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഉപദേശം, നന്നാകാൻ 3 ഉപദേശങ്ങൾ മുത്ത് റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. 1, നിസ്കരിക്കുമ്പോ ഇനി ഒരു നിസ്കാരം ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന ചിന്തയിൽ നിസ്കരിക്കും, ശരിയാവും. 2, റസൂലുള്ളാഹി പറഞ്ഞു, ലാ തകല്ലം ബികലാമിൻ തഅതദിറു ഗദാ. നാളെ ഒഴികഴിവുകൾ പറയേണ്ട സംസാരം പാടില്ല. ഇന്നെന്തെങ്കിലും പറഞ്ഞ് നാളെ ചെന്ന് പൊരുത്തം ചോദിക്കേണ്ട രീതിയിൽ നീ സംസാരിക്കല്ലേ. ഇന്ന് നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നാളെ അവന്റെ മുന്നിൽ ചെന്ന് പൊരുത്തം ചോദിക്കേണ്ട സംസാരം പാടില്ല. ചെറുപ്പക്കാരാ, പെങ്ങളെ, ഇന്ന് നിന്റെ കൂട്ടുകാരിയോട്, ഇന്ന് നിന്റെ വീട്ടിനടുത്തുള്ള അയൽക്കാരിയോട്, നിന്റെ ഉമ്മയോട്, അമ്മായിയോട്, ഭർത്താവിനോട്, മക്കളോട്, കുടുംബക്കാരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പെട്ടെന്ന് ആ ദേഷ്യത്തിൽ പറഞ്ഞത്, എന്നിട്ട് നീ നാളെ ചെന്നിട്ട് അവിടെ കാൽക്കൽ വീണിട്ട് മാപ്പാക്കണേ, പൊരുത്തപ്പെടണേ, അബദ്ധം പറ്റിയതാണ്, പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ആ കോലത്തില് പറയാ പാടില്ലെന്ന് മഹാനായ മുത്തുളി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കറിയോ, റസൂലുള്ള സഹാബത്തിനോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ നിറഞ്ഞിരിക്കുന്ന സരസിൽ നിന്ന് റസൂലുള്ള ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നബി തങ്ങൾ ചോദിച്ചത് ശ്രോതാക്കളെ ഉണർത്താനാണ്. റസൂലുള്ള ചോദിച്ചു, തദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരെന്നറിയോ? ആരാണ് പാപ്പരെന്നറിയോ? പാപ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല. എന്താണ് പാപ്പർ എന്ന് പറഞ്ഞാൽ? ദരിദ്രൻ, പാപ്പര് അല്ലേ? അപ്പൊ തിരുവനന്തപുരത്തെ പോലെ തന്നെ ഇവിടെ അത് പറയും അല്ലേ? സമാധാനം. ഇല്ലെങ്കിൽ ഇനിയിപ്പോ അതിന്റെ വാക്ക് കണ്ടെത്തിക്കൊണ്ടിരിക്കണം. ആള് പാപ്പരായി പോയി എന്ന് പറയും. അങ്ങനെ പറയുമല്ലോ. അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ചുമ്മാ അവിടെ ഇങ്ങനെ വാ തുറന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിയാതെ വരരുത്. പാപ്പരെന്ന് പറഞ്ഞ ഒന്നുമില്ലാത്തവൻ. റസൂൽ ചോദിച്ചു, പാപ്പരാരെന്നറിയോ? സഹാബത്ത് പറഞ്ഞ അറിയാം. ആരാ? ലാ മത്താഅ വലാ ദിർഹം. മുതലും ഇല്ല, കാശും ഇല്ല, ദിർഹമോ ഇല്ല, ഒന്നുമില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ അവനല്ല. അവൻ പാപ്പരെന്നാരാ പറഞ്ഞത്? അവൻ പാപ്പരല്ല. പാപ്പരാരാണ്? ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമ ബിസലാത്തിൻ വസദഖത്തിൻ വസിയാം. നാളെ പരലോകത്തിന്റെ സമുദായത്തിലുള്ള നമസ്കാരക്കാര് വരും. അവര് നോമ്പ് പിടിച്ചവരാണ്, സക്കാത്ത് കൊടുത്തവരാണ്, സദഖ കൊടുത്തവരാണ്, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് സ്വലാത്ത് ചൊല്ലിയവരാണ്, ദിക്ർ ചൊല്ലിയവരാണ്, പള്ളിക്ക് ഒരുപാട് സഹായിച്ചവരാണ്.
നാളെ പരലോകത്ത് വരുമ്പോ അവരെ റസൂലുള്ള പറയുന്നു, അക്കൂട്ടത്തിൽ അവര് പാപങ്ങൾ ഉപദ്രവിച്ചു, അവള് പലരെ പറ്റിയും പരദൂഷണം പറഞ്ഞു, പലരെയും നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ചു, പലരെയും മോശത്തരം പറഞ്ഞു, പലരെയും ആക്ഷേപിച്ചു, പലരെയും വിമർശിച്ചു, പലരെയും കുറ്റപ്പെടുത്തി, ഒളിഞ്ഞും തെളിഞ്ഞും അവരെ ആക്ഷേപിച്ചു, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി സംസാരിച്ചവരാ. അവര് നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ വരുന്ന മനുഷ്യൻ നിസ്കാരമുണ്ട്, ഒപ്പം അവനെ പരദൂഷണം പറഞ്ഞവനാ. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ഞാൻ നിസാർ സാഹിബിനെ പറ്റി പരദൂഷണം പറഞ്ഞെന്നിരിക്കട്ടെ, ഒരു ഉദാഹരണം പറയുകയാ. ഞാൻ നിസാർ സാഹിബിനെ പറ്റി പരദൂഷണം പറഞ്ഞു. നാളെ അള്ളാന്റെ കോടതിയിൽ ഞാൻ വരുമ്പോൾ എന്റെ നമസ്കാരം ഒരുപാടുണ്ട്, ഞാൻ ഒരുപാട് നോവ് പിടിച്ചിട്ടുണ്ട്, ദാനധർമ്മം ചെയ്തിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ നിസ്കാരം എടുത്ത് നിസാർ സാഹിബിന് കൊടുക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? ഞാൻ അദ്ദേഹത്തെ പരദൂഷണം പറഞ്ഞു. അടുത്തിരിക്കുന്ന സഹോദരന് ഞാൻ യേശുവിനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എന്റെ നോമ്പെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു. അടുത്തിരിക്കുന്നയാളിന് ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എന്റെ ദാനധർമ്മങ്ങൾ എടുത്ത് അല്ലാഹു അദ്ദേഹത്തിന് കൊടുക്കും. സഹോദരങ്ങളെ, പിന്നെയും ആളുകൾ ഇരിക്കുന്നു, പിന്നെയും അവിടെ ലൈനായി വരിയായി നിരയായി ആളുകൾ നിൽക്കുന്നു. പലരും പറയുന്നു, അല്ലാഹുവേ എന്നെ ചീത്ത വിളിച്ചവനാ, എന്നെ ആക്ഷേപിച്ചവനാ, എന്നെ തള്ളി പറഞ്ഞവനാ, എന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കളിയാക്കിയവനാ. നോക്കുമ്പോൾ എന്റെ കയ്യിൽ കൊടുക്കാൻ ഇനി ഒന്നുമില്ല. നിസ്കാരമുള്ളത് നിസാർ സാഹിബ് കൊണ്ടുപോയി, നോമ്പുള്ളത് അടുത്ത ആള് കൊണ്ടുപോയി, ദാനധർമ്മങ്ങൾ വേറൊരാള് കൊണ്ടുപോയി. ഇനി എന്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരുപാട് ആളുകളെ നാക്കുകൊണ്ട്, കൈകൊണ്ട്, മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവരിങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ ഇനി അവർക്ക് വീതിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ അഅ്മാലുകളില്ല, എന്റെ കയ്യിൽ ഹസനാത്തുകളില്ല. ഇത് ഏതെങ്കിലും ഒരു കെട്ടുകഥയല്ല, ഇത് ഏതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, ഇത് ഏതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല. പെങ്ങളെ, ഇന്നേ വരെ തമാശയ്ക്ക് പോലെ കള്ളം പറഞ്ഞിട്ടില്ല. മദീനയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കരളിന്റെ കഷണമല്ലേ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയല്ലേ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പല്ലേ, നമ്മുടെ ജീവന്റെ ജീവനല്ലേ. നമ്മളെല്ലാവരെക്കാളും സർവസ്വത്തെക്കാളും ജീവനെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ഹുബ്ബ് വെക്കുന്നു, ഇഷ്ക് വെക്കുന്നു, പ്രണയിക്കുന്നു. ആ പ്രവാചകന് കള്ളം പറയൂല, ആ പ്രവാചകന് തമാശയ്ക്ക് പോലും കള്ളം പറഞ്ഞിട്ടില്ല. ആ പ്രവാചകന് പറയുന്നു, ഇനി എന്റെ കയ്യിൽ കൊടുക്കാൻ അമലുകളൊന്നുമില്ല എങ്കിൽ സഹോദരാ, വാങ്ങാൻ ആളുകളെ ക്യൂ നിൽക്കുമ്പോൾ അല്ലാഹു നീതിമാനാണ്, അല്ലാഹ്ക്ക് നീതി പുലർത്തിയേ കഴിയൂ.